ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ ബി പ്രോസ്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ഓൺ വോയിസ് വീഡിയോ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് കാണുന്നവരിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് വീഡിയോ കാണുന്നത്. ഇന്നോട്ട് ഞാൻ പക്ഷേ എൻ്റെ ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതും നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നതുമായ കാര്യങ്ങൾ ഒരു ചുരുക്കിയൊരു വലിയ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വീഡിയോ അല്ല, ഒരു ചെറിയ വീഡിയോ എന്നുള്ള രീതിയിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, അല്ലാണ്ട് വേറെ ആരുടെ അല്ല. നിങ്ങൾക്ക് അതിന് അനുകൂലിക്കാം, പ്രതികൂലിക്കാം, എന്ത് വന്നാലും കമന്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും മാറ്റേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും പറയാം. എന്നെ കണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അധികം ലാഗടിപ്പിക്കാണ്ട് ബിഗ് ബോസ് വീട്ടിലെ കാര്യങ്ങളിലേക്ക് നോക്കാം. ഇന്നലത്തെ ബിഗ് ബോസ് വീട്ടിലെ ലൈവും കാര്യങ്ങളും ഞാൻ രാവിലെ തൊട്ടേ ലൈവില് ചെറിയ ലാഗ് ഉണ്ടായിരുന്നു. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ജിസയിൽ ഒരു സൈഡിൽ ഇരുന്ന് നമ്മുടെ ശീലാമ്മേനെ മറ്റേ ഇമിറ്റേറ്റ് ചെയ്യുന്നു, അനുമോളത് പറഞ്ഞു കൊടുക്കുന്നു. സ്നേഹം നോക്കണം നിങ്ങൾ, എന്താ ഒരു സ്നേഹം. എന്റെ കൊച്ചു മുതലാളി, എനിക്ക് കുറച്ച് പാല് തരൂ. ഒന്ന് നവീൻ വന്ന് ആക്ട് ചെയ്യുന്നു. ചെമ്മീൻ പോലെ ചാടി നിങ്ങളിലേക്ക് വരുന്നു. ചെമ്മീൻ പോലെ ചാടി നിങ്ങളുടെ ഇത് കുതിരയാണ്, ചെമ്മീനല്ല. മൊത്തം ഒരു ചെറിയൊരു ഇങ്ങനെ എന്താണ് ഈ സിജിയുടെ വേരിയേഷൻ പോലെ ഇങ്ങനെ 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 പോണായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ബിഗ് ബോസ് കൊണ്ടുവന്നൊരു വലിയ ടാസ്ക് കൊടുത്ത ഈ സിജിയുടെ വേരിയേഷൻ ഇത്രയും വലുതാക്കി കൊണ്ടുവരും. അത് പോയത് തന്നിട്ടില്ല കേട്ടോ. ഇന്ന് അതിന് ബാലൻസ് ഉണ്ട്, അത് നാളെ വരുന്നതായിരിക്കും. അപ്പൊ ചാനൽ കാണുന്നവര് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇനിയിപ്പോ ബിഗ് ബോസ് വീട്ടിലെ ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിബി ബോട്ടിൽ ഫാക്ടറി, അതായത് ഒരു ലെമൺ ജ്യൂസിന്റെ കമ്പനിയും ഒരു ഓറഞ്ച് ജ്യൂസിന്റെ കമ്പനിയും. അപ്പൊ നമ്മുടെ ലെമൺ ജ്യൂസിന്റെ കമ്പനിയുടെ ഓണർ ആയിട്ടുണ്ടായിരുന്ന അനീഷും നമ്മുടെ ഓറഞ്ച് ജ്യൂസിന്റെ കമ്പനിയുടെ ഓണർ ആയിട്ടുണ്ടായിരുന്നത് നെവിനും ആയിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി ബ്രീഫ് ചെയ്യുന്നില്ല, അതിലേക്ക് ബാക്കി അതിനകത്ത് നമ്മുടെ ക്വാളിറ്റി ചെക്കർ ആയിട്ടുണ്ടായിരുന്ന അനുമോളായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നത് ഷിജിനായിരുന്നു. അനുമോള് വളരെ നന്നായിട്ട് ഗെയിം കളിച്ചത് കൊണ്ടാണ് ഇന്നലത്തെ ഗെയിം വളരെ ഡീസന്റ് ആയിട്ട് തീർന്നതും. ബിഗ് ബോസ് വളരെ അധികം അപ്രിസിയേഷൻ ഒക്കെ കൊടുത്തതും ഇതിലേക്ക് ഞാൻ വരാം. പിന്നെ ബാക്കി കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്ടറിയിലെ ജീവനക്കാരായിരുന്നു. ഇന്നലത്തെ ടാസ്കിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അലമ്പായിട്ട് കളിച്ചത് കുറച്ച് അധികം പേരുണ്ട്. സേഫ് ഗെയിം കളിച്ചവരുണ്ട്, കളിക്കാതിരുന്നവരുണ്ട്, കളി അലമ്പാക്കിയവരുണ്ട്. അത് അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയൊന്നും പ്രതികരിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത്രയും സമീപനം പാലിച്ച് കളിക്കുന്നതും വളരെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്ക് അത്രയും പുള്ളിയുടെ എന്താ പറയണ പുള്ളിയുടെ അത്രയും പുള്ളിനെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് പുള്ളി എന്നുള്ള ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി എടുത്ത് എറിഞ്ഞതും കാര്യങ്ങളൊക്കെ ചെയ്തതും. അതിൽ അലമ്പായിട്ട് ഏറ്റവും ഏത് രീതിയിലും അലമ്പാക്കണം, ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ടാസ്ക് ആണെന്ന് ചിന്ത പോലും ഇല്ലാണ്ട് ആ ഗെയിം അലമ്പാക്കാൻ നോക്കിയത് ആദിലെ നൂറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കഷ്ടപ്പെട്ട് തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്ന ബോട്ടിലും കാര്യങ്ങളും എടുത്ത് എന്താ പറയുക ചളക്കുക, അതിൽ നിറച്ചിരുന്ന ജ്യൂസ് കമത്തിക്കളയുക. അതിന്റെ ഇടയ്ക്ക് നെവിൻ എന്ന് പറയണവൻ എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവനവന്റെ വയറ് നിറയണം, അവന് ഇങ്ങനെ എന്താ പറയണേ തിന്നാ ഉറങ്ങാ ഉല്ലസിക്കാ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് വട്ടവർ, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അവൻ ഗെയിമിലേക്ക് അവന്റേതായ ഒരു രീതിയിലുള്ള ഒരു എന്താ കഴിവോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടുന്നില്ല. ചുമ്മാ വരിക, അവിടെ വന്ന് ജ്യൂസ് കുമ്പിള് കുത്തി കുടിക്കുക, ടാസ്ക് തീരുന്നതിന് മുമ്പ് ജ്യൂസ് മൊത്തം കുടിച്ചോണ്ട് കിടക്കുക, അവൻ ഉണ്ടാക്കിയ ജ്യൂസ് അവൻ തന്നെ കുടിക്കുക, പിന്നെ കുറെ എടുത്തോണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. ഇത് തന്നെയായിരുന്നു. അതിൽ അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ അനുമോൾക്ക് കുറച്ച് വിട്ടുവീഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. അതായത് ഒരു ക്വാളിറ്റി ചെക്കർ എന്നുള്ള രീതിയിൽ അവരൊരിക്കലും കാണുന്നില്ല ഒരു ബോട്ടിൽ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ബോട്ടിലുള്ള എങ്ങനെയാണ് ജ്യൂസ് നിറയ്ക്കുന്ന കാര്യങ്ങൾ. അത് കൊണ്ടുവന്ന് അതിന്റെ ഗുണനിലവാരം ചെക്ക് ചെയ്ത് അത് അപ്രൂവൽ കൊടുക്കേണ്ട ആളാണ് അനുമോള് വന്നിട്ട് കുപ്പിയിൽ ഞെക്കി നോക്കുന്നു, പിന്നെ നോക്കുന്നു. അതൊക്കെ ഓക്കെ, കറക്റ്റാണ്. കാരണം കുപ്പി ലീക്ക് ആവുന്നുണ്ടോ നോക്കണം, അത് അനുമോള് ചെയ്ത കാര്യത്തിൽ ഓക്കെ ആണ്. അതിൽ നമുക്കൊന്നും പറയാനില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കുപ്പി അപ്രൂവ് ചെയ്യണോ, അപ്പൊ അവര് കണ്ടസ്റ്റന്റ് പറയണോ 5 കുപ്പി ഓക്കെ, അല്ല 4 കുപ്പി അപ്രൂവ് ചെയ്യണോ, 4 കുപ്പി, അല്ലെ 3-2 എടുത്താലോ, ഓക്കെ, അതും ഓക്കെ. പക്ഷെ അനുമോള് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് അനുമോള് ആദ്യം മുതൽ അവസാനം വരെ എന്താ പറയണേ, അത് അങ്ങോട്ട് മാറാണ്ട് ഇങ്ങോട്ട് മാറാണ്ട് എനിക്ക് പറ്റില്ല, അവൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവള് പറ്റില്ല എന്നുള്ള രീതിയിലാക്കി. പക്ഷെ അനുമോൾ അവിടെ മനസ്സ് വെച്ചിരുന്നായിരുന്നെങ്കിൽ ഇന്നലെ ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ. കാരണം അക്ബറൊക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു 2-1 കൊടുക്കാം, ഓറഞ്ചിന് 2 കൊടുക്കാം, ലെമണിന് 1 കൊടുക്കാം, അല്ലെങ്കിൽ ലെമണിന് 2 കൊടുക്കാം, ഓറഞ്ചിന് 1 കൊടുക്കാം. അവരങ്ങനെ ഒരു
സ്റ്റാൻഡിൽ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരികയായിരുന്നെങ്കിൽ ഗെയിം കുറച്ചുകൂടെ നന്നായേനെ. ഇതിപ്പോ കലിപ്പ് കബൂർ സീൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ഗെയിം നിൽക്കുന്നത്. പിന്നെ ബിഗ് ബോസ് രണ്ട് റൗണ്ട് കൊടുത്തു, 2 റൗണ്ട് റദ്ദാക്കി കളഞ്ഞു. ഒരു റൗണ്ട് അല്ല റദ്ദാക്കിയത്, 2 റൗണ്ട് റദ്ദാക്കി കളഞ്ഞേക്കാണ് അവിടെ ബിഗ് ബോസ്. മികവറ്റ ഗെയിം കളി കാരണമാണ് ബിഗ് ബോസ് അത് റദ്ദാക്കി കളഞ്ഞത്. കാരണം എല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചിരുന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ആ ഗെയിം വളരെ മനോഹരമായിട്ട് കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് നന്നായിട്ട് കണ്ട ആ ഗെയിം ആസ്വദിക്കാവുന്ന ഒരു ഗെയിം ആയിരുന്നു. ബട്ട് എന്ത് പറയാൻ പറ്റും, എല്ലാരും കൂടെ ആ ഗെയിം നശിപ്പിച്ചു. അനീഷിന്റെ നിയന്ത്രണം പോയി അനീഷ് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി എടുത്ത് എറിഞ്ഞു. പക്ഷെ ഒരിക്കലും അനീഷിനെ കുറ്റം പറയുന്നില്ല, കാരണം മനുഷ്യനാണ്. ദേഷ്യം, ചിരി, കരച്ചില്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതിന്റെ പേരിൽ അനീഷ് കാരണം അത്രയും അനുമോളുടെ പുറകാണെന്ന് കെഞ്ചി. അനീഷ് കെഞ്ചാവുന്നതിന്റെ മാക്സിമം മുട്ടുകുത്തിയിരുന്നവരെ കെഞ്ചി. എന്നിട്ടും അനുമോള് ക്വാളിറ്റി ചെക്കർ എന്നുള്ള രീതിയിൽ ഇല്ല, ഞാൻ പിടിച്ച മുയലിന് 9, 10 കൊമ്പ് എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കാൻ തയ്യാറെന്നുള്ള രീതിയിൽ അനുമോൾക്കൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഒരു മാനുഷിക പരിഗണന അനുസരിച്ച് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ആക്കായിരുന്നു. പക്ഷെ അനുമോൾ അത് ചെയ്തില്ല. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് 2 വ്യക്തിത്വത്തിന്റെ ഉടമകൾ അതിലെ അന്നൂറ വന്ന് അനുമോളെ സ്വാധീനിച്ച് നാളെ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നാളത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം അനുമോൾ അതിനെ എന്താ പറയണേ, അവരെ അനുകൂലിക്കോ പ്രതികൂലിക്കോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. എന്തായാലും എനിക്ക് തോന്നുന്നില്ല അനുമോൾ അങ്ങനെ ചെയ്യോ. കുടുംബ പ്രേക്ഷകരെ ഞങ്ങളെല്ലാം സംതൃപ്തിപ്പെടുത്താനും എന്തും ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ അനുമോൾ, എനിക്കറിയില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് ഇന്നലത്തെ ആ ബിഗ് ബോസിന്റെ ടാസ്ക് കണ്ടിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് തോന്നിയത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ ബൈ. പിന്നൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും കമന്റിലൂടെ പറയണം. ഞാൻ തുടക്കംകാരൻ എന്നുള്ള രീതിയിൽ എല്ലാം മാറ്റുന്നതായിരിക്കും. അപ്പൊ പിന്നെയും ബൈ.